ഹായ് ഓൾ. അപ്പോൾ ഇന്ന് 19th മാർച്ച് 2026. അപ്പോൾ ഇന്നത്തെ പ്രൈസ് സെക്ഷൻ നമുക്ക് നോക്കാം. സോ ഇപ്പം കറൻ്റ്ലി പ്രൈസ് ഓപ്പണായി ഓൾമോസ്റ്റ് 945 ആയിരിക്കുകയാണ്. സോ പ്രൈസ് ഡെയിലി ലോ എടുത്തിട്ട് ഒരു ഇൻവേർഷൻ തന്നിട്ട് നിൽക്കുകയാണ് കറൻ്റ്ലി. സോ ലെറ്റ്സ് സീ. ഈ ഒരു ഫെയർ വാല്യൂ ക്യാപ്പാണ് ഞാൻ എൻട്രി ആയിട്ട് എയിം ചെയ്തിട്ട് ഈക്വൽ ഹൈസ് ഉണ്ടോ. സോ അതാണ് നമ്മുടെ ടാർഗറ്റ്. സോ ടാർഗറ്റിലുപരി നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് $2,000 ഇൻ എ ഡേ ആണ്. നമ്മൾ മാക്സിമം $1,000 റിസ്ക് ചെയ്തിട്ട് 1:2 ഹിറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം $2,000 നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ ചെയ്ത് വെച്ചേക്കും. അതായത് $2,000 ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും. Okay, so I don't have to worry about moving my TP and everything. So ഇതാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്ന എൻട്രി. നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ലെറ്റ്സ് സീ. എന്തായാലും ഒബ്വിയസ്ലി ലിക്വിഡിറ്റി ഉണ്ട്, കാരണം ഈക്വൽ ഹൈസ് ഉണ്ട്. നിങ്ങൾ ഈക്വൽ ഹൈസ് നല്ലൊരു സ്ട്രോങ് ലിക്വിഡിറ്റി പൂളാണ്. മാത്രമല്ല നമ്മളിപ്പോൾ സെൽ സൈഡ് എടുത്തിട്ടുള്ള, അപ്പോൾ ഒബ്വിയസ്ലി ഒരു ബൈ സൈഡ് റണ്ണ് വേണം, എന്നാലേ മാർക്കറ്റ് എന്താ പറയുക ഇക്വിലിബ്രിയത്തിലെത്തുള്ളൂ. അപ്പം ലെറ്റ്സ് സീ. നമ്മളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, കിട്ടിയാൽ എടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. ES-ലാണെങ്കിൽ നമുക്ക് ആ ഈക്വൽ ഹൈസ് ES-ലും ഉണ്ട്, കണ്ടോ. സോ ഓൾമോസ്റ്റ് സിമിലർ ഹൈസ് ആണ്. ES നാസ്ഡാക്ക് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് റേഞ്ചാണ് കാണിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നാസ്ഡാക്കിൽ എടുക്കാൻ കാരണം അതിൽ കുറച്ചും കൂടി ക്ലീൻ ആണെന്ന് പ്രൈസ്. സോ നമുക്ക് അത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. നാസ്ഡാക്കിൽ എടുക്കുകയാണെങ്കിൽ 734 എനിക്ക് നമ്മൾ 800 സംതിങ് ഇല്ലാണ്ട്. സോ ദ സെയിം. നമുക്ക് നാസ്ഡാക്ക് തന്നെ ചെയ്യാം, കാരണം നാസ്ഡാക്ക് കുറച്ചുകൂടി വൃത്തിയിലൊന്ന് മൂവ് ചെയ്യുന്നത്. സോ നമുക്കിന്ന് നാസ്ഡാക്കിൽ തന്നെ എൻട്രി എടുക്കാം. ഓക്കെ. ഐ തിങ്ക് നമുക്ക് എൻട്രി കിട്ടുന്ന തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മുടെ സ്ട്രാറ്റജി എല്ലാം ഒക്കെ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. സോ റൂൾസ് ഒന്നും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. നോക്കാം. ES എനിക്ക് ഞാൻ ബാക്ക് ടു ബാക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കോറിലേറ്റഡ് അസറ്റ്സ് ക്ലാസ്, രണ്ടും സിമിലർ ആയിട്ടാണ് ഏകദേശം മൂവ് ചെയ്യുക. സോ SMTയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക മേക്കർ ഓർ ബ്രേക്കർ ട്രേഡർ ആ സാധനം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു ഡുവൽ കൺഫർമേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് അസറ്റ് ക്ലാസ് നോക്കുന്നത്. അപ്പം ESO അല്ലെങ്കിൽ നാസ്ഡാക്കോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സാധനം കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും, രണ്ട് അസറ്റ് ക്ലാസ്സും ഒരുമിച്ച് നോക്കുന്നത്. സോ ബെറ്റർ എൻട്രീസും ബെറ്റർ ട്രേഡ്സും പിന്നെ ലിക്വിഡിറ്റി പൂളൊക്കെ സ്പോട്ട് ചെയ്യാനും പിന്നെ റിയൽ ടൈമിൽ എന്താ പറയുക മാർക്കറ്റ് ഡെലിവറി SMTs അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ഈ സാധനങ്ങളൊക്കെ നോക്കാൻ അല്ലേ. നമ്മൾ 1:1 ആകുമ്പോഴാണ് നമ്മൾ ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവനിലാക്കാറ്. സോ ഞാൻ മാർക്ക് ചെയ്യുകയാണ് 1:1 1:2 നമുക്ക് മാർക്ക് ചെയ്യാം. 1:1 ഏകദേശം ആ ഒരു ഹൈൻ്റെ മേലാണ് വരിക. ആക്ച്വലി നല്ല കാര്യം, കാരണം അവിടെ എന്തായാലും ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റിയിലുപരി എന്താ പറയുക ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ലെഫ്റ്റിലോട്ട് നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. പിന്നെ അവിടെ ഒരു എന്തായാലും ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അവിടെ. സോ ലെറ്റ്സ് സീ. ഓൾമോസ്റ്റ് അവിടെ വരും. സോ അതിലും കൂടുതൽ എന്തായാലും റൺ ചെയ്യും പ്രൈസ് എന്തായാലും. ഇഫ് മൈ അനാലിസിസ് ഈസ് റൈറ്റ്, ഹൈ എന്തായാലും ഈക്വൽ ഹൈസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ, എന്തായാലും ബ്രേക്ക് ചെയ്യണം പ്രൈസ്. 1:2 എവിടെയാണ് വരിക നമുക്ക് അതും കൂടെ മാർക്ക് ചെയ്യാം. ഈ മൂവ്മെൻറ്റ് ആക്ച്വലി എന്താ പറയുക ഓക്കെയാണ്, കാരണം ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോൾ ഇൻവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ വി കുഡ് ബി റൈറ്റ്.
ഇൻവേഴ്സ് ചെയ്താൽ ഇത് ഓൾറെഡി ഒരു സെല്ലിഷ് എന്തായാലും ബെയറിഷ് മൂവ് ആണ്. സോ മേ ബി ലെറ്റ്സ് സീ. ബിസിനസ് കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ലെറ്റ്സ് സീ. നമ്മളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. മാർക്കറ്റ് എന്താണ് തരുന്നത് നമുക്കത് നോക്കാം. ആസ് ഫാർ ആസ് നൗ നല്ല ഡെലിവറി ആണ്. കാരണം ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് കേട്ടോ കറക്റ്റ് അതിൻ്റെ മേലെ തന്നെ ക്ലോസ് ചെയ്തത്. ഇറ്റ് ഈസ് റെസ്പെക്ടിങ് ദാറ്റ്. പിന്നെ നമുക്ക് ഹൈ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ ആവുകയെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഇച്ചിരി ചോപ്പിനെസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഒരു സഡൻ മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈ എടുത്തിട്ട് പിന്നെ ഈക്വൽ ഹൈസ്, അത് ഭയങ്കര സ്ട്രോങ് ലിക്വിഡിറ്റി മാഗ്നറ്റ് ആണ്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഈക്വൽ ഹൈസ് എന്ന് പറയുന്നത് മേ ബി 2 ചാൻസസ് ആണ് ഈക്വൽ ഹൈസിന്. ഒന്നെങ്കിൽ അത് റിവേഴ്സിലാവാൻ ചാൻസസ് ഉണ്ട്, ഓർ എന്താ പറയുക അതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ആവാൻ ചാൻസസ് ഉണ്ട്. റിവേഴ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റിവേഴ്സ് ചെയ്ത് പോകാം, എന്നിട്ട് തിരിച്ച് വന്നിട്ട് അത് എടുക്കാം. മനസ്സിലായോ? ഇപ്പോൾ 2 സാധനം കണക്ട് ആയാണ്ട് അതാണ് ലിക്വിഡിറ്റി ഉണ്ടാക്കുക, ലിക്വിഡിറ്റി എടുക്കുക, ഇത്രേ ഉള്ളൂ മാർക്കറ്റ്. ഇപ്പോൾ സപ്പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ട് മേ ബി അവർ കാണാം. സോ അപ്പം ഓബിയസ്ലി അവർ അവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ അവർ SL അതിൻ്റെ മേലെ ഉണ്ടാവും. SL എന്നാണെന്ന് ലിക്വിഡിറ്റി. സോ ആ ലിക്വിഡിറ്റി പൂൾ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് പോയേക്കാം. ആസ് ഫാർ ആസ് നൗ നമ്മൾ ആ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. നമുക്ക് നോക്കാം. കാരണം ക്ലോസ് ചെയ്യാൻ ഇനിയും ടൈമുണ്ട്. സോ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോ 1:1 ക്ലോസ് ചെയ്തു. സോ വി ആർ മേക്കിംഗ് ഇറ്റ് ആസ് എ ബ്രേക്ക് ഈവൻ. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ എന്താ പറയുക, ഇറ്റ് മൈറ്റ് ബാക്ക് ഫയർ, ബട്ട് സ്റ്റിൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല. ഇനി ട്രേഡിൽ നമുക്ക് അതിൻ്റെ റിസ്ക് വരില്ല. സോ ദാറ്റ്സ് ഫൈൻ. നമുക്ക് നോക്കാം. ഞാൻ SL മേലെയാണ് വെച്ചത്. അത് സ്റ്റിൽ എന്താ പറയുക സ്ലിപ്പേജ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എൻ്റെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി $2,000 ക്ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താ പറയുക, ടീപ്പ് അടിക്കാൻ അവനെ ട്രേഡ് ക്ലോസ് ആവുകയാണെങ്കിൽ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇപ്പോൾ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ അവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ട് മേ ബി ഇറ്റ് ക്യാൻ ടേക്ക് ദാറ്റ് ലിക്വിഡിറ്റി ആൻഡ് ഗോ ഹയർ, ഓർ ഇറ്റ് ക്യാൻ റിവേഴ്സ്. 2 ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ട്രേഡിൽ റിസ്ക് ഇല്ല. സോ ഞാൻ ബോധേഡ് അല്ല. പിന്നെ നമ്മൾ സ്ട്രാറ്റജി പക്കയായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് സീ. $2,000 ആണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്താ പറയുക പലർക്കും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുക. കാരണം തൊട്ടില്ല എന്നുള്ളത് എല്ലാം റിവേഴ്സ് ആവുക എന്നുള്ളൊരു മൈൻഡ്. സോ അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രാറ്റജി പക്കയായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക. ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഇപ്പം നമുക്ക് ഈ ട്രേഡിലാണെങ്കിൽ നോക്കി നഷ്ടമൊന്നും വരാനില്ല. സോ ബോദർ ചെയ്യാനൊന്നുമില്ല. നമുക്ക് നോക്കാം. 1:2 നമുക്ക് ഹിറ്റായി. ടു ബി ഓണസ്റ്റ് നമുക്ക് 1:2 മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒത്തിരി കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ആ ഡെയിലി ടാർഗറ്റ് 2,000 ഹിറ്റ് ചെയ്യാം. പ്ലസ് അതിൻ്റെ മേലെ ഈക്വൽ ഹൈസ് ഉണ്ട്. അപ്പം $2,000 കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മളത് എയിം ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും കൂടിയാണ്. സോ ഓൾവേസ് സ്റ്റിക്ക് ടു 1:2. പിന്നെ ലിക്വിഡിറ്റി ഉറപ്പാണെങ്കിൽ യു ക്യാൻ മേ ബി. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ് ടു യു. ബട്ട് ഐ പ്രിഫർ ഞാൻ പറയുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാത്രമാണ്. ഓക്കെ, ഒബിയസ്ലി അവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ
ഒരു സംഭവം ലൈക്ക് ആ ഒരു ഈക്വൽ ഹൈസ് എടുക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ, ചുമ്മാ പ്രൈസ് ബാക്ക് ആൻഡ് ഫോർത്ത് കളിക്കുക. സോ നമുക്ക് നോക്കാം. Let's see. നമ്മളിപ്പം 1800 ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ 2000 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് ക്ലോസ് ചെയ്യും. സോ നമുക്ക് അതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. Almost there. 90. Okay. Close high. So we are done for the day. Follow your rules, guys. Follow your rules. So bye for now. Thanks for watching.